ഇന്ന് കോടതിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയി. ഇന്ന് കോടതിയിൽ KSIDC CMRലും അതുപോലെ എക്സാലോജിക്കും ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ അവിടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും അതിൽ അന്വേഷിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ലെന്നും ആ ക്രമക്കേട് നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നും എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. പക്ഷേ കോടതി ഇന്ന് തിരികെ ചോദിച്ചത് ഇതൊരു പബ്ലിക് മണിയാണ്. 20 കോടി രൂപ, ഈ 135 കോടി രൂപയിൽ തന്നെ 20 കോടി രൂപ KSIDCക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ തുക എങ്ങനെ നഷ്ടം വന്നു, ഈ ക്രമക്കേട് എങ്ങനെ നടന്നു എന്ന് നിങ്ങളുടെ നോമിനി ഡയറക്ടർ അറിയാതെയാണ് ഇത് നടന്നതെങ്കിൽ അത് എങ്ങനെയാണ് നടന്നതെന്ന് അറിയാനല്ലേ ഈ അന്വേഷണം? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ അന്വേഷണത്തെ എതിർക്കുന്നത് എന്നാണ് ചോദിച്ചത്. രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്: ഒന്ന്, അവർക്ക് ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞു. രണ്ട്, മറ്റ് രണ്ടാളുകൾ ഇതിനകത്ത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന എക്സാലോജി കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജി കമ്പനിയും അതുപോലെ തന്നെ CMRലും കുറ്റക്കാരാണെന്ന് KSIDC അവിടെ സമ്മതിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല. അല്ല ഷോണ, ഇത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണല്ലോ KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. അല്ല, ഇത് നീണ്ടുപോകുന്നതിനകത്ത് അന്വേഷണത്തിന് യാതൊരു തടസ്സങ്ങളില്ല. കാരണം അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSIDC കോടതിയെ സമീപിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഷോൺ ഇതിലിപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഷോൺ പറഞ്ഞു, മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ പറഞ്ഞു. അതായത് CMRലും എക്സാലോജിക്കും എന്തൊക്കെയോ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ നിരപരാധിയാണ് എന്ന് കോടതി തുറന്ന് സമ്മതിച്ചു എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും കോടതി ചോദിച്ചത് തന്നെയാണ് ശരി. അങ്ങനെയെങ്കിൽ എന്തിന് SFIO അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നു, എന്തിന് എതിര് നിൽക്കുന്നു എന്ന് കോടതി സ്വാഭാവികമായും അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇതിലൊരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ കോടതിക്ക്? ഇപ്പോൾ മാർച്ച് 12-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി വെച്ചിരിക്കുകയാണ്. CS വൈദ്യനാഥന് ഇങ്ങനെ 25 ലക്ഷം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ 25 ലക്ഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അല്ല, അതിലുള്ള ഒരു സങ്കടം, വ്യസനം ആണ് ഞാൻ അറിയിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു? അത് സെറ്റിൽ ചെയ്യാനുള്ള സമയമായില്ലേ? ഒരു കണക്കിന് സെറ്റിൽ ചെയ്യാനുള്ള സമയമല്ല. ഈ അന്വേഷണം കഴിഞ്ഞ ജനുവരി 31-ാം തീയതി SFI അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പോലെ അന്വേഷണം ഓണാണ്. ആ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ചെയ്യാനുള്ള ഒരു നടപടി ബാംഗ്ലൂർ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ആ നാടകങ്ങൾ നടന്നെങ്കിൽ ആ നാടകങ്ങളെല്ലാം പൊളിഞ്ഞു വീണു. ഇപ്പോൾ സ്വാഭാവികമായും സീനിയർ അഭിഭാഷകർ വരുമ്പോൾ അവരോടുള്ള മര്യാദ എന്ന നിലയിൽ മാത്രം കേസ് കുറച്ച് മുമ്പോട്ട് പോകുന്നുള്ളൂ. പക്ഷേ ഈ കേസ് എത്ര കാലം ഹൈക്കോടതി മുമ്പോട്ട് പോയാലും അത് കേസിന്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതല്ല. കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും ബാധിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ചേട്ടൻ പങ്കുവെച്ചൊരു കാര്യം, എനിക്കും നിങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ട ഏറെക്കുറെ ഇപ്പം വൈദ്യനാഥൻ സാറ് പങ്കെടുക്കുന്ന ഇപ്പൊ 3 പ്രാവശ്യം ഓൺലൈൻ അപ്പിയറൻസും ഇപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസും കോടതിയിലുണ്ടായി. ആദ്യത്തെ ദിവസം അദ്ദേഹം അപ്പിയർ ചെയ്തപ്പോൾ 25 ലക്ഷം രൂപ ആണ് അദ്ദേഹത്തിന്റെ ബില്ല് എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് തന്നെ 1 കോടി രൂപയിൽ അധികമായി. ഇത്രയേറെ കേരളത്തെ കട്ടുമുടിച്ച് ഇത്രയേറെ KSIDCയെയും നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ട പണത്തെയും കട്ടുമുടിച്ചിട്ട് ആ മോഷണം വെളുപ്പിക്കാനായി, അല്ലെങ്കിൽ ആ മോഷണം പിടിക്കപ്പെടാതിരിക്കാനായി വീണ്ടും നമ്മുടെ പണം ഉപയോഗിച്ച് വലിയ അഭിഭാഷകരെ കൊണ്ട് ഹൈക്കോടതിയിൽ ഇറക്കുമ്പോൾ ഇതൊക്കെ നിലവിൽ നമുക്കിത് കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഈ അന്വേഷണത്തിന്റെ അവസാനം ഇതിനെല്ലാം മറുപടി ഉണ്ടാവും 100%. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ന് പല കോണുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഇന്ന് 2020-യുടെ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പരാമർശിക്കുന്ന നമ്മൾ കേട്ടു. ഞാൻ എന്നെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകളെ ഞാൻ ജയിലിൽ അയക്കും. എനിക്ക് അദ്ദേഹത്തോടും പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകനാണ് താങ്കളെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ജയിലിൽ പോകാൻ അർഹതയുള്ള ഒരാളുടെ കാര്യം രഹസ്യമായി മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടിരിക്കാൻ അർഹതയില്ല. അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാണ്.